ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രവൃത്തിയെയും ഊർജത്തെയും കുറിച്ചാണ്. നിത്യജീവിതത്തിൽ നാം പലതരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാറുണ്ട്. അവയിൽ ചില പ്രവൃത്തികളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരാൾ ചുമട് താങ്ങുന്നു, ഒരു കുട്ടി പുസ്തകം വായിക്കുന്നു, ഒരാൾ ട്രോളി തള്ളുന്നു, മറ്റൊരാൾ ഭിത്തി തള്ളുന്നു. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനും ബലം പ്രയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നത് എങ്കിൽ അവിടെ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. എന്താണ് പ്രവൃത്തി എന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമേ വസ്തുക്കൾക്ക് സ്ഥാനാന്തരമുണ്ടാവുകയുള്ളൂ. ബലം പ്രയോഗിക്കപ്പെടുന്ന എല്ലാ സന്ദർഭങ്ങളിലും സ്ഥാനാന്തരം അനുഭവപ്പെടുന്നില്ല. ഇതിന് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരാൾ ഭിത്തി തള്ളുന്നു. ഭിത്തി തള്ളുന്നയാൾ ഭിത്തിയിലൊരു ബലം പ്രയോഗിക്കുന്നു. എന്നാൽ ബലം പ്രയോഗിച്ച ദിശയിൽ ഭിത്തിക്ക് സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാൻ സാധിക്കില്ല. ഇതിൽ നിന്ന് പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ബലവും സ്ഥാനാന്തരവും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രവൃത്തിയുടെ അളവ്. ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ എസ് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എന്നത് ബലത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലമായിരിക്കും. W=F×S. പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്നത് ബലത്തിൻ്റെ യൂണിറ്റിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റിൻ്റെയും ഗുണനഫലമാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്ററുമാണ്. അങ്ങനെയെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററാണ്. ന്യൂട്ടൺ മീറ്ററിനെ ജൂൾ എന്നും വിളിക്കുന്നു. 1000 ജൂൾ എന്നത് 1 കിലോ ജൂളിന് സമമാണ്. വസ്തുക്കളെ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയെ W=mgh എന്ന് കണക്കാക്കുന്നു. പ്രവൃത്തിയെ നാം രണ്ടായി തരംതിരിക്കുന്നു. പോസിറ്റീവ് പ്രവൃത്തി എന്നും നെഗറ്റീവ് പ്രവൃത്തി എന്നും. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചതുമൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നത് എങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തിയാണ്. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിൻ്റെ എതിർദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായത് എങ്കിൽ ഈ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിയാണ്. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഊർജം എന്താണ് എന്ന് നോക്കാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ഊർജത്തിൻ്റെയും യൂണിറ്റ്. ഊർജത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഊർജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുമ്പോൾ കിലോ കലോറി എന്ന യൂണിറ്റ് നാം ഉപയോഗിക്കാറുണ്ട്. 1 കലോറി എന്നത് 4.2 ജൂളിന് സമമാണ്. 1000 കലോറി എന്നത് 1 കിലോ കലോറിയാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോ കലോറി എന്നത് 4200 ജൂളാണ്. ഊർജ രൂപങ്ങൾ. ഊർജങ്ങളെ പല രൂപങ്ങളിൽ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. യാന്ത്രികോർജം, സൗരോർജം, ശബ്ദോർജം, വൈദ്യുതോർജം, പ്രകാശോർജം, താപോർജം എന്നിങ്ങനെ ഊർജ രൂപങ്ങളുടെ ഉദാഹരണങ്ങളാണ്. യാന്ത്രികോർജം. വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം. യാന്ത്രികോർജം പ്രധാനമായും 2 തരത്തിലുണ്ട്: സ്ഥിതികോർജവും ഗതികോർജവും. എന്താണ് സ്ഥിതികോർജമെന്ന് നമുക്ക് നോക്കാം. അതിനായി 2 സന്ദർഭങ്ങളെ പരിഗണിക്കാം. ആദ്യത്തെ സന്ദർഭത്തിൽ കുലച്ചു വെച്ചിരിക്കുന്ന അമ്പും രണ്ടാമത്തെ സന്ദർഭത്തിൽ ഉയരത്തിലിരിക്കുന്ന ടോയിക്കാറുമാണ്. ആദ്യത്തെ സന്ദർഭത്തിൽ ചരടിൻ്റെ വലിവും വില്ലിൻ്റെ വളവും ചേർന്നുളവാക്കിയ സവിശേഷമായ വിന്യാസം അഥവാ കോൺഫിഗറേഷൻ കാരണമാണ് അമ്പിന് ഊർജം ലഭിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സന്ദർഭത്തിൽ കാറിൻ്റെ സ്ഥാനം മൂലമാണ് ചലിക്കാൻ ആവശ്യമായ ഊർജം ലഭിച്ചത്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥിതികോർജം 2 തരത്തിലുണ്ട്: സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജവും കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജവും. തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജം, സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജം എന്നിവ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിന് ഉദാഹരണങ്ങളാണ്. കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജത്തിന് ഉദാഹരണങ്ങളാണ് അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജം, പോൾ വോൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജം എന്നിവ. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിൻ്റെ അളവ് ആ വസ്തുവിൽ ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം EP = mgh ആണ്.
ഇതിൽ m മാസം h തറനിരപ്പിൽ നിന്നുള്ള ഉയരവുമാണ്. ഗതികോർജം. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. വസ്തുവിൻ്റെ മാസും പ്രവേഗവും കൂടുമ്പോൾ ഗതികോർജവും കൂടുന്നു. ഉൽക്കകൾ, കറങ്ങുന്ന കാറ്റാടി, സഞ്ചരിക്കുന്ന കാർ എന്നിവ ഗതികോർജത്തിന് ഉദാഹരണങ്ങളാണ്. ഗതികോർജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് വസ്തുവിൻ്റെ മാസും പ്രവേഗവും. വസ്തുവിൻ്റെ ഗതികോർജം EK = ½mv² ആണ്. m എന്നത് കിലോഗ്രാം യൂണിറ്റിലുള്ള മാസും v എന്നത് m/s യൂണിറ്റിലുള്ള പ്രവേഗവുമാണെങ്കിൽ EK സൂചിപ്പിക്കുന്നത് ജൂൾ യൂണിറ്റിലുള്ള ഗതികോർജത്തെയാണ്. ഊർജ്ജരൂപമായ യാന്ത്രികോർജത്തെ 2ആയി തരംതിരിക്കാം. സ്ഥിതികോർജവും ഗതികോർജവും. സ്ഥിതികോർജത്തെ വീണ്ടും 2ആയി തിരിക്കുന്നു. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജവും കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജവും. ഊർജ്ജ പരിവർത്തനം. നമ്മുടെ വീടുകളിലെ പല ഉപകരണങ്ങളിലും ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്. അവയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഫാൻ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുത ബൾബ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. പെട്രോൾ കാർ രാസോർജ്ജം ഗതികോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുത മോട്ടോർ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഈ ഉപകരണങ്ങളിലെല്ലാം തന്നെ ഒരു ഊർജ്ജരൂപത്തെ മറ്റൊരു ഊർജ്ജരൂപത്തിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത്. ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജത്തെ ഊർജ്ജനഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റു ഊർജ്ജരൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. പവർ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ. അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. പവർ സമം പ്രവൃത്തി ബൈ സമയമാണ്. P = W/T. ജെയിംസ് വാട്ടിൻ്റെ സ്മരണാർത്ഥം പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. ഇതിൻ്റെ സൂചകം W ആണ്. ഉയർന്ന അളവുകൾ പ്രതിപാദിക്കുമ്പോൾ കിലോ വാട്ട്, മെഗാവാട്ട് എന്നിവയും ഉപയോഗിക്കാറുണ്ട്. 1 കിലോ വാട്ട് എന്നത് 1000 വാട്ടും 1 മെഗാവാട്ട് എന്നത് 10 ലക്ഷം വാട്ടും ആയിരിക്കും. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തി അഥവാ HP-യിലും സൂചിപ്പിക്കാറുണ്ട്. 1 HP എന്നത് 746 വാട്ട് ആണ്. ഇന്ന് നമ്മൾ പഠിച്ചത് പ്രവൃത്തിയെയും ഊർജത്തെയും കുറിച്ചാണ്. ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.